നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അത് കാരകത്വങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് നവഗ്രഹങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. 9 ഗ്രഹങ്ങളുണ്ട്. അതിൽ 7 മെയിൻ ഗ്രഹങ്ങൾ, 2 ഛായാഗ്രഹങ്ങൾ, പിന്നെ വേറൊരു ഉപഗ്രഹം പോലെ ഗുളികൻ, അങ്ങനെ 10 എൻറ്റിറ്റീസാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരകത്വങ്ങളെ പറ്റി പഠിക്കണം നമുക്ക്. ഈ ഓരോ ഗ്രഹങ്ങളുടെയും കാരകത്വം എന്താണ്? കാരകത്വം എന്ന് പറഞ്ഞാൽ ആ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നമുക്ക് തരാൻ പറ്റും. അത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫലങ്ങൾ നമുക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് ഗ്രഹ അല്ലെങ്കിൽ നവഗ്രഹ കാരകത്വങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേരോർത്തിരിക്കണം, ഗ്രഹ കാരകത്വം. അതെന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഗ്രഹങ്ങൾക്ക്, എന്തൊക്കെ കർമ്മം, എന്തൊക്കെ കാര്യങ്ങൾ ആ ഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. പക്ഷെ ഇവിടെ ഗ്രഹങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ശരിക്കും ഗ്രഹങ്ങൾ അല്ല ഇവിടെ ചെയ്യുന്നത്. ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഈ ഗ്രഹങ്ങൾ തരുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രഹം ശനി ഗ്രഹം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നു. ശനി നമുക്ക് ജോലിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നത് ശനിയാണ്. അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വന്നാലും അതൊക്കെയാണ് ശനിയാണ് അതിൻ്റെ കാരകത്വം അല്ലെങ്കിൽ അതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ശനിയാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു തരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡോമീറ്റർ നമുക്ക് കാണാം. സ്പീഡോമീറ്ററിൽ 50 എന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ 50 എന്ന് സ്പീഡോമീറ്ററിൽ കാണിച്ചാൽ ആ സ്പീഡോമീറ്റർ ആ വണ്ടിയുടെ വാഹനത്തിൻ്റെ വേഗത കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പീഡോമീറ്റർ അല്ല എന്ത് ചെയ്യുന്നത്, വണ്ടിയുടെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് സ്പീഡോമീറ്റർ അല്ല. അത് ഒരു സൂചിക മാത്രമാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള സമയം വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹത്തെ നമ്മൾ പഠിക്കരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഗ്രഹങ്ങൾ അത് നമ്മളെ സൂചിപ്പിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഗ്രഹങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആ ഗ്രഹങ്ങൾ എന്തൊക്കെ സൂചിപ്പിക്കും, എന്തൊക്കെ സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങളും. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി അടുത്ത ഇമേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യത്തെ ഗ്രഹം ഏതാണെന്നറിയാലോ? ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യനാണ്. നമുക്ക് പ്രത്യക്ഷമായിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും എന്താ പറയുന്നത്, അതിൻ്റെ ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ട് നിലകൊള്ളുന്നത് ആദിത്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയും. അതുകൊണ്ട് ആദിത്യനാണ് ഇവിടെ പറയുന്നത്. അതിന് രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് പാപഗ്രഹം ആണ്. അപ്പോൾ അതിവിടെ ഈ നവഗ്രഹങ്ങളെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങളെ അല്ലെങ്കിൽ എല്ലാ 9 ഗ്രഹങ്ങളെയും എന്ത് ചെയ്യാം, പാപഗ്രഹം ശുഭഗ്രഹവും ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു വേർതിരിവാണ്. അപ്പോൾ അതിൽ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ജ്യോതിഷത്തിൽ. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. അതിൻ്റെ ചുരുക്കപ്പേര് ര എന്നാണ്. അപ്പോൾ എന്താണ് സൂര്യൻ തരുന്ന കാരകത്വം അല്ലെങ്കിൽ സൂര്യൻ്റെ കർത്തവ്യത എന്താണ്? അതാണ് കാരകത്വം. അപ്പോൾ ഇവിടെ ഇതിലേക്ക് നമുക്കറിയാം, കാണാം, പിതൃകാരകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതായത്
ഒരു ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആ ജാതകൻ്റെ അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ ആണ് ആരെ സൂചിപ്പിക്കുന്നത്? ആദിത്യൻ അല്ലെങ്കിൽ രവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ അറിയാം, പല ആൾക്കാർക്കും സൂര്യൻ പല സ്ഥലത്താണ് നിൽക്കുന്നത്. അത് സമയമനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കും ഗ്രഹനിലയിൽ. അങ്ങനെ ഉള്ള സൂര്യൻ എന്താ ചെയ്യുന്നത്? ആ ജാതകൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നമുക്കൊരു ഗ്രഹനില എടുത്തു നോക്കാം. അല്ല, ഏത് ജാതകം എടുത്താലും അതിന്റെ അകത്ത് ഈ ആദിത്യനെ കാണിക്കുന്നത് പുതുസ്ഥാനത്താണോ? ആദിത്യൻ സൂചിപ്പിക്കുന്നത് ആ ജാതകന്റെ പിതാവിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ജാതകന്റെ അച്ഛൻ്റെ എന്താണ് അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരുടെയും അവസ്ഥ വ്യത്യസ്തമായിരിക്കും അല്ലേ? അച്ഛൻ എത്രമാത്രം ഈ ജാതകന് ഗുണപ്പെടുന്നുണ്ട്, അച്ഛൻ എത്രമാത്രം ഈ ജാതകനെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എത്രമാത്രം പല രീതിയിലുള്ള ജീവിത പ്രശ്നങ്ങളിലാണോ, ഇതെല്ലാം നമുക്ക് ഒരു ജാതകൻ്റെ ജാതകം എടുത്തു നോക്കി അറിയാം. സൂര്യനെ കൊണ്ട് ആ ജാതകൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പം എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ജാതകൻ്റെ അച്ഛൻ മരിച്ചെങ്കിൽ ആ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണോ, ഇതെല്ലാം സൂര്യനെ കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ജനനം മുതൽ ആ മരിച്ചാലും ശരി, ആത്മാവിന് മോക്ഷം കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, ആ എല്ലാ അവസ്ഥകളും സൂര്യനെ കൊണ്ട് ആണ് ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒന്ന് ഓർക്കണം, ജാതകത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രശ്നം വെച്ച് നോക്കിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. കണ്ടിട്ടില്ല, നമ്മൾ കൗടിയൊക്കെ നിരത്തി ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. കൗടിയൊക്കെ നിരത്തിയെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ജാതകൻ്റെ അല്ലെങ്കിൽ ജാതകം നോക്കി പറയാൻ പറ്റും. ജാതകത്തിൻ്റെ അകത്ത് ഒതുങ്ങാത്ത കാര്യങ്ങൾ പ്രശ്നം വെച്ച് നോക്കി രാശിയെടുത്ത് പറയാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറയുന്നത് എന്താണ്? സൂര്യനെ കൊണ്ടാണ് ഒരു ജാതകൻ്റെ അച്ഛനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അത് സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നീട് ഇപ്പം ഇവിടെ ഈ ഗ്രഹനില നമ്മൾ കണ്ടല്ലോ. ഈ ഗ്രഹനിലയിൽ നോക്കിയാൽ അറിയാം, സൂര്യനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഇവിടെ രാ എന്നെഴുതിയിരിക്കുന്നത് ഇവിടാണ്. രാ എന്നെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ നിൽക്കുന്നത് എവിടാണ്? ഇത് മേടൻ രാശി, ഇത് ഇടവം രാശി. അപ്പോൾ ഈ ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ എവിടെയാണ് ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇവിടെ നമ്മൾ പഠിച്ചു ലഗ്നത്തിൽ നിന്ന് എവിടെയാണ് നിൽക്കുന്നത്? ലഗ്നം 1 എണ്ണും 2, 3, 4, 5, 6, 7. ലഗ്നത്തിൽ നിന്ന് 5ാമത്തെ രാശിയിലാണ് ഈ ജാതകൻ്റെ പിതാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പൊസിഷൻ വെച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാൻ പറ്റും. നമ്മൾ അതിലേക്കൊക്കെ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സൂര്യൻ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സൂര്യനെ കൊണ്ട് ആ ജാതകൻ്റെ അച്ഛൻ്റെ സ്ഥിതിഗതികളാണ് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് സ്ലൈഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പിതൃകാരകൻ എന്നാണ് പറയുന്നത്, പിന്നെ എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാരകത്വം മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാര്യം ഒരുപാട് കാരകത്വങ്ങളുണ്ട്. സൂര്യന് ഉണ്ട് 100-ൽ പരം കാരകത്വങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം ഒന്നും ഒറ്റയടിക്ക് നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജാതകത്തിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. ഇപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെ 100 കാരകത്വം വീതം എഴുതി കഴിഞ്ഞാൽ അത് 100 എണ്ണം വരുമ്പോൾ എത്ര 9 ഗ്രഹങ്ങളുണ്ട്. 100 × 9 900 കാരകത്വങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മൾ എക്സ്പീരിയൻസ് ആകും തോറും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്താ പഠിക്കേണ്ടത്? സൂര്യൻ്റെ കാരകത്വം എന്ന് പിതൃകാരകനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അത് ശുഭഗ്രഹമാണ്, പാപഗ്രഹം രണ്ടും കൂടെയാണ്. ചന്ദ്രനല്ലേ? അതെ, ചന്ദ്രനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ ആദിത്യൻ എന്നുള്ളൊരു പാപഗ്രഹമാണ്, പിതൃകാരകനാണ്. അടുത്തത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭ പാപഗ്രഹമാണ്. അതായത് ശുഭഗ്രഹവുമാണ്, അതുപോലെ തന്നെ പാപഗ്രഹവുമാണ് എന്നാണ് പറയുന്നത്. അത് പറയാം നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ അത് ച എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെ ചന്ദ്രനെ നമ്മൾ പൊതുവെ മാതൃകാരകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ പിതാവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് എന്താണ്? മാതാവിനെ പറ്റി, അമ്മയെപ്പറ്റി, അല്ലെങ്കിൽ ജാതകൻ്റെ അമ്മയെപ്പറ്റിയുള്ള സൂചനകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിന് സംശയമൊന്നുമില്ലല്ലോ, ഈസി അല്ലേ? ഇപ്പം ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെ നിന്ന് കണ്ടല്ലോ? ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെയാണ്. അത് ഇവിടെ ലഗ്നത്തിൽ നിന്ന് 1, 2, 3, 4, 5 എന്ന് പറയുന്ന രാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആ പൊസിഷൻ അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ട്. അമ്മയെപ്പറ്റിയുള്ള പല സൂചനകളും ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ പാപ ശുഭ ഗ്രഹം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ചന്ദ്രന് ചില സാഹചര്യത്തിൽ ശുഭഗ്രഹമായിരിക്കാം, ചില സാഹചര്യത്തിൽ ചന്ദ്രൻ പാപഗ്രഹമായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൊതുവേ ഒരു ശുഭഗ്രഹമാണ്. എങ്കിലും നമുക്കറിയാം എന്താണ്, ചന്ദ്രന് വെളുത്ത പക്ഷവുമുണ്ട്, കറുത്ത പക്ഷവുമുണ്ട്. അതിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമിക്ക് ശേഷമുള്ള അഷ്ടമിക്ക് ശേഷമുള്ള ചന്ദ്രൻ പാപഗ്രഹം ആണെന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞ് ചന്ദ്രൻ ചുരുങ്ങി അഷ്ടമി എന്ന് പറയുമ്പോൾ 8ാമത്തെ ദിവസം, അത് കഴിഞ്ഞ് 9ാമത്തെ ദിവസം മുതൽ ഉള്ള ചന്ദ്രനെ, അത് കഴിഞ്ഞ് പിന്നെ കർത്തവാകും 15ാമത്തെ ദിവസം അല്ലേ? 9ാമത്തെ ദിവസം മുതൽ ഈ 15ാമത്തെ ദിവസം എന്ന് പറയുന്ന കർത്തവാവ് വരെയുള്ള ചന്ദ്രൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പാപഗ്രഹത്തിന്